ബാധിച്ച ശ്രീകണ്ഠാപുരം പട്ടണം ബേക്കറി അസോസിയേഷന്റെ ബെക്ക്-1 നേതാക്കൾ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീകണ്ഠാപുരത്ത് ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ടൗണിലെ നിരവധി ബേക്കറികളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായിരുന്നു. ബെക്ക്-1ന്റെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശ്രീകണ്ഠാപുരത്ത് സന്ദർശനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് CK സുമേഷ്, സെക്രട്ടറി MV റൌഫ്, ജില്ലാ ട്രഷറർ ഹനീഫ കോയിസ്, കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ദർവേശ്, ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റും ശ്രീകണ്ഠാപുരം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ P. നൂറുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി ഇബ്രാഹിം CV, ഇരിക്കൂർ മണ്ഡലം ട്രഷറർ റസൽ ചെമ്പന്തൊട്ടി എന്നിവർ സന്ദർശിച്ചു. ശ്രീകണ്ഠപുരത്തെ എല്ലാ കാലവർഷത്തിലും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാൻ അധികാരികളെ കാണുമെന്നും ബെക്ക്-1 നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ ബേക്കറി ഓണേഴ്സ് ഫോറം ജില്ലാ ഭാരവാഹികളാണ്. ഞാൻ ജില്ലാ പ്രസിഡന്റ് സുമേഷ്. നമ്മുടെ ഈ മഴ പെയ്ത്തുമായി ബന്ധപ്പെട്ട്, ദുരിത പെയ്ത്തുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠാപുരത്തുണ്ടായ മഴവെള്ളക്കെട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുകയും ഇത് സന്ദർശിക്കാൻ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി നമ്മോട് നിർദ്ദേശിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ഇവരുടെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, ബേക്കറി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അധികാരികൾക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നിവേദനം അല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് ശ്രീകണ്ഠാപുരത്ത് മുൻകാലങ്ങളിൽ, അതായത് 2018 വർഷത്തിൽ തന്നെ വലിയൊരു വെള്ളക്കെട്ടിന്, ഒരു പ്രളയ സമാനമായ ഒരു വെള്ളക്കെട്ടിനെ നമ്മൾ അഭിമുഖീകരിച്ചാണ്. അതിൽ നിന്നും ഒരു റിക്കവറി എന്നുള്ളത്, അതായത് അതൊന്നും കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അതേ അവസ്ഥയിലേക്ക് ഇത് പോകുമ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബേക്ക്-1 മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇത് എല്ലാ വർഷവും ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ഇവിടുത്തെ ശ്രീകണ്ഠാപുരത്തെ കച്ചവടക്കാർ മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. കാരണം കച്ചവട മേഖല ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം മഴവെള്ളക്കെട്ടു പ്രതിസന്ധികൾ കൂടി ഈ ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അതിൽ നിന്നൊരു മാറ്റം ഇനി ഉണ്ടാവാൻ അധികാരികൾക്ക് ശ്രദ്ധ ചെലുത്തുന്നതിനും അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനും വേണ്ടിയാണ് നമ്മളോട് വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം നമ്മുടെ സംസ്ഥാന കമ്മിറ്റിക്ക് അറിയിച്ച മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടേക്കുള്ള നമ്മളെ MLA മാരെയൊക്കെ നമ്മൾ കണ്ട് ഈ പ്രശ്നങ്ങൾ അറിയിച്ച് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് നമ്മൾ ഈ അവസരം മുന്നോട്ട് വെക്കുകയാണ്.